ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്പരപ്പൂവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചെമ്പരപ്പൂവിൽ വരാനിരിക്കുന്ന ഒരു ഭാഗത്തിന്റെ വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മഹിമ സച്ചിയെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, അപ്പൊ സച്ചിയെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല, പക്ഷേ എന്നേക്കുമായിട്ട് തന്റെ വീട്ടിൽ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് വലിയ ചതിയാണല്ലോ ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ചന്ദ്ര ഒരുക്കുന്ന മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്റെ മകളുടെ താലിമാറ്റൽ ചടങ്ങ് തന്റെ വീട്ടിൽ വെച്ച് നടത്താൻ തീരുമാനിക്കുകയാണ്. ആ ഒരു കാര്യം ചന്ദ്രയോട് വന്ന് പറയുന്ന സമയത്ത് ചന്ദ്രയ്ക്കും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് കേട്ടോ. പിന്നീട് മഹിമ നേരെ വീട്ടിൽ വന്നതിന് ശേഷം മധുസൂദനോടായിട്ട് ഒരു കാര്യം പറയുന്ന സമയത്ത് മധുസൂദനൻ തീരെ പിടിക്കുന്നില്ല. കാരണം രവിയും രവിയുടെ കുടുംബവുമായിട്ടൊരു യാതൊരുവിധ ബന്ധത്തിനും മധുസൂദനൻ തയ്യാറല്ലേ. ഈ ഒരു സമയത്ത് മഹിമ പറയുന്നുണ്ട്, മധുവേട്ട, നമ്മുടെ മകൾ എന്നേക്കുമായിട്ട് നമ്മുടെ കൂടെ നിൽക്കേണ്ടത്, അതിന് വേണ്ടിയിട്ട് ചില പദ്ധതികളൊക്കെ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് സച്ചിയമാണ് എന്നൊക്കെ ഇങ്ങനെ മഹിമ പറയുന്ന സമയത്ത് മധുസൂദന കാര്യം എന്താണെന്ന് വ്യക്തമാവുന്നില്ല കേട്ടോ. ഈ ഒരു സമയത്ത് മഹിമ പറയുന്നുണ്ട്, എന്തായാലും മധുവേട്ടം കണ്ടു എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഈ ഒരു ചടങ്ങിന് ശേഷം നമ്മുടെ മകൾ എന്നേക്കുമായിട്ട് നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മഹിമ ഉദ്ദേശിച്ച പോലെ തന്നെ നല്ല രീതിയിൽ തന്നെ പ്ലാനിങ് ഒക്കെ വർക്കൗട്ട് ആവുന്നുണ്ട്. ആദ്യമേ തന്നെ മഹിമ ചെയ്യാൻ പോകുന്നത് ഞാൻ നേരെ ചന്ദ്രയിൽ പോയി കണ്ടിട്ട് സച്ചി ഒരു ചടങ്ങിന് പങ്കെടുക്കരുത് എന്ന് പറയാതെ തന്നെ പറയുകയാണ് കേട്ടോ. പക്ഷെ മഹിമയുടെ ചതിയൊന്നും മനസ്സിലാക്കാൻ ചന്ദ്ര എല്ലാവരും മുന്നിൽ വെച്ച് ഈ ഒരു കാര്യം വെട്ടി തുറന്ന് പറയുകയും സച്ചി ഇല്ലാത്ത ചടങ്ങിൽ രവിയും രേവതിയും പങ്കെടുക്കില്ല എന്ന് പറയുകയാണ്. ഈ സമയത്ത് വരുന്ന ശ്രീകാന്തിനും വർഷയ്ക്കും അച്ഛനും ഏട്ടനും ഏട്ടന്റെ ഭാര്യയും പങ്കെടുക്കുന്നില്ല എന്നൊക്കെ അറിയുമ്പോഴത്തേക്കും ഭയങ്കര സങ്കടമാവുന്നുണ്ട്. പിന്നീട് എല്ലാവരും നിർബന്ധപ്രകാരം തന്നെ, അതായത് ഒരു ചടങ്ങിൽ നിന്ന് സച്ചിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത രീതിയിൽ തന്നെ സച്ചി ഒരു ചടങ്ങിൽ പങ്കെടുപ്പിക്കുക, അതിനു വേണ്ടിയിട്ട് നമ്മുടെ മഹിമ ഇറക്കിയ ഒരു തന്ത്രമായിരുന്നു ഇത്. അങ്ങനെ ചടങ്ങിന് നമ്മുടെ സച്ചിയും രേവതി എല്ലാവരും വരുന്ന സമയത്ത് പലതവണകളായിട്ട് സച്ചിയെ മഹിമയുടെ ആൾക്കാർ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം തന്നെ സച്ചി ഒഴിഞ്ഞു മാറട്ടെ. കാരണം സച്ചി രേവതിയായിട്ട് വാക്ക് പറയുന്നുണ്ട്, ഈ വീട്ടിൽ എന്ത് സംഭവിച്ചാലും ഈ ചടങ്ങിനിടയ്ക്ക് എന്ത് സംഭവിച്ചാലും താൻ അതിലൊന്നും തന്നെ ഇടപെടുകയില്ല, മാന്യമായ രീതിയിൽ തന്നെ ചടങ്ങ് കൂടിയതിനു ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്നതായിരിക്കും എന്നൊക്കെ രേവതിയായിട്ട് വാക്ക് പറയുന്നുണ്ട്. കാരണം നേരത്തെ നമ്മുടെ അമ്മ പറഞ്ഞാണല്ലോ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത് സച്ചിയാണെന്ന്. അതുകൊണ്ട് സച്ചിയുടെ മുഖേന ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കരുതെന്ന് തലേ ദിവസം തന്നെ നമ്മുടെ രേവതി സച്ചിയായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആരൊക്കെ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയാലും അതിൽ നിന്നെല്ലാം തന്നെ സച്ചി ഒഴിഞ്ഞു മാറുന്ന കാണുമ്പോഴത്തേക്ക് തൻ്റെ പദ്ധതികളെല്ലാം തന്നെ പാളിപ്പോവുകയാണോ എന്ന് മഹിമയ്ക്ക് തോന്നുകയാണ്. പെട്ടെന്ന് തന്നെ മധുസൂദനൻ മഹിമയോടായിട്ട് ചോദിക്കും, നീ എന്തൊക്കെയോ പദ്ധതികളൊക്കെ പ്ലാൻ ചെയ്തില്ല, അതൊക്കെ എന്താ വർക്കൗട്ട് ആവാത്തതെന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും എന്താണെന്നറിയില്ല മധുവേട്ട, സച്ചി എല്ലാത്തിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുകയാണ്. സച്ചി ദേഷ്യപ്പെടുന്നതേ ഇല്ല. സച്ചി ദേഷ്യപ്പെട്ടാൽ മാത്രമാണ് നമുക്ക് ഈ ഒരു ചടങ്ങിനകത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. പക്ഷേ എല്ലാത്തിൽ നിന്നും അവൻ ഒഴിഞ്ഞു മാറുകയാണെന്നൊക്കെ മഹിമ പറയുന്നുണ്ട്. ഇങ്ങനെ സമയത്താണ് സച്ചിയെ കൊണ്ട് ഈ ഒരു ചടങ്ങ് അലങ്കോലമായില്ലെങ്കിലും രേവതിയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഒരു ചടങ്ങ് അലങ്കോലമാക്കാമെന്ന് മധുസൂദനൻ തീരുമാനിക്കട്ടെ. അതിന് വേണ്ടിയിട്ട് നല്ലൊരു ഇരയും കൂടെ കൂടിയിട്ട് നമ്മുടെ രേവതിയായി തന്നെ മധുസൂദന്റെ കയ്യിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. മറ്റൊന്നുമല്ല, വർഷ താലിപിടിച്ച ചടങ്ങിന്റെ അന്ന് ഇടുന്ന ഒരു പൂമാലയിലായിട്ട് വർഷയുടെ നെക്ലേസ് കൊടുക്കുന്നുണ്ട്. എന്നാൽ ഇതൊന്നും അറിയാതെ തന്നെ കട്ടിലേക്ക് ആ ഒരു പൂമാല വെച്ചതിന് ശേഷം വർഷ പുറത്തേക്ക് ഇറങ്ങി പോവാണ്. പിന്നെ മുമ്പിലേക്ക് കടന്നു വരുന്ന രേവതി ഈ ഒരു മാലയിൽ വർഷയുടെ നെക്ലേസ് ഉടക്കി കിടക്കുന്ന കാണുകയും അത് ഊരി വർഷയ്ക്ക് കൊണ്ട് കൊടുക്കാൻ തുടങ്ങുന്ന സമയത്ത് മധുസൂദന്റെ ആൾക്കാരും മഹിമയെല്ലാം അങ്ങോട്ടേക്ക് വന്നതിന് ശേഷം രേവതി മനഃപൂർവ്വം വർഷയുടെ മാല മോഷ്ടിക്കാൻ ശ്രമിച്ചുമായിരുന്നു എന്ന രീതിക്കൊക്കെ പറയാം കേട്ടോ. എന്നാൽ തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടി രേവതി ഒരുപാട് കരഞ്ഞൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ മധുസൂദനൻ രേവതി മനഃപൂർവ്വം വർഷയുടെ ആഭരണങ്ങൾ മോഷ്ടിക്കാൻ ശ്രമിച്ചതാണെന്ന രീതിക്കൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളിയാക്കിയാണ്. പെട്ടെന്ന് തന്നെ രവിയും അതുപോലെ സച്ചിയൊക്കെ സമാധാനത്തോട് സംസാരിക്കുന്നുണ്ട്. രേവതി ഒരിക്കലും അങ്ങനെ ചെയ്യിക്കില്ല, അങ്ങനെ ചെയ്യുന്ന ഒരാളുമല്ല രേവതി. രേവതി സത്യസന്ധമായി തന്നെ ജീവിക്കുന്ന ഒരു കുട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും മധുസൂദനൻ രേവതി കള്ളിയാണ് എന്ന രീതിക്ക് തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രേവതിയുടെ വീട്ടുകാരെ പറ്റി മാത്രമല്ല, സച്ചിക്ക് വെള്ളം അടിക്കുന്നതിന് വേണ്ടി രേവതി മോഷ്ടിച്ചോണ്ട് വന്ന പണമാണ് കൊടുക്കുക ഇവർ ജീവിക്കുന്നത് എന്ന രീതിക്ക് മധുസൂദനൻ പറയുമ്പോഴത്തേക്കും അത്രയും നേരം സഹിച്ചു നിരുന്ന എല്ലാം തന്നെ നമ്മുടെ സച്ചിയുടെ കൈവിട്ട് പോകേണ്ട. സച്ചി ഉടനെ തന്നെ മധുസൂദനന്റെ കർണക്കുട്ടി നോക്കി രണ്ടെണ്ണം പൊട്ടിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ രേവതിയെ മനഃപൂർവ്വം കള്ളിയാക്കാനായിട്ട് ശ്രമിക്കുന്നതുമായിട്ടുള്ള ഭാഗം ഈ ഒരു എപ്പിസോഡിൻ്റെ ഇടയ്ക്ക് വരുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.